വറ്റല്ലൂരിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. മലപ്പുറം അക്കരപ്പറമ്പ്. ഇവിടെ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ കൊട്ടി കയറാൻ പോവാണ്. പ്രഗത്ഭരുടെ മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്, ബാധ്യതയുണ്ട് അല്ലേ? അതുണ്ട്. ഇതിൽ ഏതാ കൂടുതലുണ്ടായത്? ഈ പറഞ്ഞിട്ട് പ്രഗത്ഭരുടെ മക്കൾ എന്ന് കൊണ്ട് പോയി നിന്നാലൊന്നും നടക്കില്ലല്ലോ. നമ്മൾ നമ്മളേതായിട്ടുള്ള കണ്ടെത്തലുകളും ഒന്ന് ഞാനും ഇയാളും ഒപ്പം കോളേജിൽ പഠിച്ചത്. സെറ്റാർ മോഡല് നന്നാവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ശരിയായില്ല. കാരണം പക്ഷെ അത് ഇത്രയും പ്രഗത്ഭര് നന്നാവുണ്ടോ, അത് കുഞ്ഞേട്ടനായോണ്ടാണ് അങ്ങനെ ചോദിച്ചത്. നിലാസാധകം ഉണ്ടായിണ്ടോ? എത്ര പ്രാവശ്യം? ഇവരുടെ ഈ ആക്ഷൻ കാണാൻ ഭയങ്കര അങ്ങനല്ലേ? അത് കമ്മ്യൂണിക്കേഷൻ അല്ലേ? പറയട്ടെ, ഈ ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആസ്വദിക്കണം. നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയാൽ ബാക്കിയുള്ളവർ ആസ്വദിച്ചു. ചെണ്ടേനെ അസുരവാദ്യം പറയാറുണ്ട്. അതെ, അതിനെ ദേവാക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞാൽ ഏത് വാദ്യവും അസുരവാദ്യാണ് പറയുന്നത്. അതെ, ഈ കല നമ്മളിലൂടെ എത്ര ഉയർത്തി കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഉയർത്തി കൊണ്ടുപോവാ. നമസ്കാരം. അപ്പോൾ ഒരു വൈകുന്നേരം വറ്റല്ലൂരിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. മലപ്പുറം അക്കരപ്പറമ്പ്. ഇവിടെ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ കൊട്ടി കയറാൻ പോവാണ് അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും ആരവൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് രണ്ട് വിശിഷ്ട അതിഥികളെ കിട്ടിയപ്പോൾ അവന് കുറച്ചു നേരം വർത്തമാനം പറയാതെ വരുന്നത് മോശമല്ലേ? അതല്ലേ? അതും ആരാ കിട്ടിയത്? പ്രഗത്ഭരിൽ പ്രഗത്ഭരായ മട്ടന്നൂർ പ്രദേശത്ത് തന്നെ. നമസ്കാരം. ഈ നാട്ടിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടില്ലല്ലേ? മക്കരപ്പറമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു അത് കുറെ കാലം മുന്നാണ് പഴമള്ളൂർ, ഇവിടുന്ന് കുറച്ച് അവിടെ വന്നിട്ടുണ്ട്. ഓരോ ഓർമ്മയുണ്ട്. പ്രഗത്ഭരായ ചരിത്രമുള്ള നാടാണ് അല്ലേ? അതെ, ചരിത്രമുള്ള നാട് എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയും പെരുമാക്കന്മാരെ കാലത്തോളം ചരിത്രമുള്ളത്. അപ്പോൾ വളരെ ചരിത്രമുള്ള രണ്ട് അതിഥികളാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഏതായാലും ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാവും. പക്ഷെ അതിലേക്ക് നമ്മൾ കിടക്കില്ല, നമുക്ക് ക്യാഷിലായിരിക്കും പോലെ. ഈ പ്രഗത്ഭരുടെ മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്, ബാധ്യതയുണ്ട് അല്ലേ? അതുണ്ട്. ഇതിൽ ഏതാ കൂടുതലുണ്ടായത്? ഈ പറഞ്ഞോട്ട് പ്രഗത്ഭരുടെ മക്കൾ എന്ന് കൊണ്ട് പോയി നിന്നാലൊന്നും നടക്കില്ലല്ലോ. നമ്മൾ നമ്മളേതായിട്ടുള്ള കണ്ടെത്തലുകളും അവതരിപ്പിക്കലും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഒരാൾ പ്രതീക്ഷിക്കുകയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. അതിന് നമ്മളിപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ പോകുമ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നമ്മൾ സ്വയം ആലോചിച്ചുണ്ടാക്കിയിട്ട് പോകണം. എല്ലാ ദിവസവും ഇപ്പം ഇന്ന് കണ്ടാലും നാളെയും അടുത്ത അദ്ദേഹം വരുന്നുണ്ട് വെച്ചാൽ അപ്പം നാളെ അതായിരിക്കരുത് എന്നുള്ളൊരു തോന്നൽ നമുക്കും വേണം. എന്തോ ഒരു മാറ്റം ഉണ്ട് എന്നുള്ളത് അത് വേണം. അപ്പൊ ഈ മേഖലയെന്നല്ല, ഈ കലാരൂപത്തിന്റെ പിന്നാലെ വർഷങ്ങളോടെ നടന്നിട്ടുള്ളതാണ് കുഞ്ഞേട്ടൻ. ഇതെങ്ങനെ ഒരു ആസ്വാദകം എന്നുള്ളതല്ലേ? എങ്ങനെ ഇവരൊക്കെ നന്നാവുണ്ടോ? അതിപ്പോ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് പറയാ വിചാരിച്ചാൽ രണ്ട് തരാണ്. ഒന്ന്, ഞാനും ഇയാളും ഒപ്പം കോളേജിൽ പഠിച്ചതാ. അപ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ളൊരു വിമർശനം അങ്ങനെയാവാം. പിന്നെ അതല്ലാണ്ട് അയാൾ സ്റ്റേജിൽ വന്ന് കൊട്ടുക, ഞാൻ താഴത്തുനിന്ന് കേൾക്കുക, അങ്ങനെയുണ്ട്. ഇതിൽ ഏതെടുക്കണം എന്നാണ് ഇപ്പോൾ എനിക്ക്. അതായത് ചീത്ത പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമുക്ക് ചിലവരെ. അത് സെറ്റാർ മോഡല് നന്നാവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ശരിയായില്ല. കാരണം പക്ഷെ അത് ഇത്രയും നന്നാവുണ്ടോ, അത് കുഞ്ഞേട്ടനായോണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അല്ല അതിലുണ്ട്. നന്നാവുക വെച്ചാൽ ഇതിന് തലയില്ല, അങ്ങനെ മേപ്പെട്ട് പോവുക തന്നെയാണ്. ഇത് ഓരോന്നും ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ആ തലപ്പത്തേക്ക് എത്തുക. അല്ലാതെ ഇപ്പോൾ ഇവരൊക്കെ നിങ്ങളൊക്കെ ഇപ്പോൾ ഈ തായമ്പകളെ ആ അത്യാവശ്യം കാര്യങ്ങൾ ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാംശീകരിച്ചെടുക്കൽ തന്നെയല്ലേ? അത്ര തന്നെ ഉള്ളൂ അല്ലേ? ഇവരുടെ എണ്ണങ്ങൾ ഇപ്പൊ തായമ്പക എന്ന് പറഞ്ഞാൽ അത് എണ്ണാണ്. അതിന് യാതൊരു അംശവുമില്ല. അത് എണ്ണങ്ങൾ തന്നെയാണ്. ആ എണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് കേൾവി സുഖം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേകതയാണ്. പിന്നെ എടുത്ത് പെരുമാറുന്ന എണ്ണങ്ങളുടെ പ്രത്യേകത അത് മറ്റെവിടെയും അത് കേൾക്കണ്ടായിട്ടില്ലല്ലോ. തരക്കടില്ല അത് അത്ര ഓരോ പ്രാവശ്യം പറയിപ്പിക്കണം അല്ലേ ആൾക്കാരെ കൊണ്ട്. അതാണ് നല്ല രീതിയിൽ. അതെ, അതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പഠനവും മനനവും ഒക്കെ എങ്ങനെയാ? അത് ഞങ്ങള് വർഷകാലത്ത് സ്ഥിരം പ്രാക്ടീസാണ്. വേനൽക്കാലം കഴിഞ്ഞാൽ വർഷകാലത്ത് നമ്മുടെ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞാൽ പിന്നെ ഫ്രീ പീരീഡ് ആണെന്നാണ്
പഴയ ആൾക്കാർ പറയാം. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാ മാസങ്ങളിലും പ്രോഗ്രാം ഉള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ പറ്റുന്ന സമയത്ത്, ഒഴിവുള്ള സമയത്ത് ഞങ്ങൾ പ്രാക്ടീസിൽ ഇങ്ങനെ പുതിയത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ പൊട്ടി നോക്കുക, സാധകം ചെയ്യുക. പ്രാക്ടീസ് കൊണ്ട് നമ്മൾ എന്താണ് അരങ്ങിൽ വേണ്ടത് വെച്ചാൽ അത് വീട്ടിൽ നിന്ന് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അരങ്ങത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതൊന്നും ആവില്ല ചിലപ്പോൾ. അപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ഐ കോണ്ടാക്ട് കൊണ്ട് മനസ്സിലാവും ഇന്നതാണ് ഇനി അടുത്ത് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം നിരന്തരം പ്രാക്ടീസ് തന്നെയാണ്. ഇതിപ്പോ ഇതേപോലെ കുഞ്ഞിന്റെ പോലെ പഴയ തൊട്ട് ഇത് ശീലിച്ച ആൾക്കാർ, കേൾക്കുന്ന ആൾക്കാർ, അവരുടെ ഒരു താളബോധത്തിനും ആസ്വാദനത്തിനും ഒരു രീതി ഉണ്ടോ? അതോ പുതിയ വരുന്ന തലമുറ ഒരുപാട് പേര്, ഞാൻ ഇപ്പോൾ പൂരത്തിന് വരുമ്പോഴും മറ്റു ഉത്സവത്തിന് വരുമ്പോഴും ഇപ്പൊ കുട്ടികളടക്കം യങ്സ്റ്റേഴ്സ് ഭയങ്കര ആവേശത്തോടു കൂടി നിങ്ങളുടെ അടക്കം ഇത് കാണുന്നത് കാണാം. ഇവരൊക്കെ ആസ്വാദനത്തിന് വ്യത്യാസമുണ്ടോ? അതോ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കും ഓരോ ടൈപ്പാണത്. ഞാൻ ചോദിച്ചാൽ പുതിയ തലമുറയ്ക്ക് എന്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ കയ്യടിയിട്ടാണ്? കാരണം ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫാസ്റ്റാണ്. അതെ അതെ. അവർക്ക് തായമ്പക എന്ന് പറഞ്ഞാൽ പതികാലം തുടങ്ങി അങ്ങനെ മോളിൽ കയറിയിട്ട് അങ്ങനെയാണ്. അവർക്ക് അവസാന ഭാഗത്തിനാണ് കുറച്ചുകൂടി ഹരം കൂടുക. ഓക്കെ. ഇരുകട കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ പിടുത്തം വിട്ടു, പിന്നെ നിലം വിടുകയും ആ ഒരു പകുതിയിൽ നിന്ന് അങ്ങോട്ട് ഉള്ള ഒരു ഏകതാളം വരുമ്പോഴുള്ളൊരു ചാട്ടം, അതാണ് അവർക്ക് വേണ്ടത്. ഞാനിപ്പോ കാറിലൊക്കെ പഴയ പാട്ട് വയ്ക്കുമ്പോ കുട്ടികൾ വയ്ക്കും, എന്തിനാണ് ഇത്രയും നീളം ഒരു പാട്ടിന്? അതിന്റെ ചെറിയ ഭാഗങ്ങൾ പോലെ ഒരു 90 സെക്കൻഡ്സ് റീലിനപ്പുറം പോകാൻ പറ്റുന്നില്ല. അപ്പോ നിങ്ങളിപ്പോ ഏതായാലും ഈ മേഖലയിൽ ഇപ്പൊ ഇംപ്രൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാ ഉദ്ദേശിക്കുക? ഈ പറയുന്ന ചടുലത ആദ്യം തന്നെ കൊടുക്കും, അതോ അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇതിനൊരു ബേസ് ഉണ്ടല്ലോ, ആദ്യം ആ ബേസ് കൂടി തന്നെ പോവുള്ളൂ. അതിൽ പുതിയത് ചെയ്യാനേ ഉള്ളൂ. ബേസ് അവിടെ ഉണ്ട് നമ്മുടെ അടുത്ത്. തീർച്ചയായും. അപ്പൊ അതിന് പുതിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ബേസ് വിടാണ്ടാണ്. അപ്പൊ അടിത്തറ നിലനിർത്തിക്കൊണ്ട് പുതുമ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പുതുമ പെട്ടെന്ന് പഴയ കാലത്ത് തായമ്പോൾ തന്നെ വളരെ സ്പീഡിലായിരുന്നു അത് ഉണ്ടായിരുന്നത് തന്നെ. ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, കുറേ പിന്നിലേക്ക് കാലം പിടിച്ചു വെച്ച് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ. ഇപ്പൊ ഒരുപാട് വിദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? എങ്ങനെയാ നമ്മളുടെ ഒരു ഇത്തരം ഒരു ദ്രവീഡിയൻ കലാരൂപം തന്നെ ആയിരുന്നല്ലോ അല്ലേ? അതിന് ഒരു മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൊരു സ്വീകാര്യത എങ്ങനെയാ? മറ്റു സ്ഥലം ഞാൻ പോയ സ്ഥലത്തൊക്കെ ഇത്രയും ആസ്വദിച്ചിരുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല. ഫ്രാൻസ് ആയാലും പിന്നെ ഇറ്റലി ആയാലും ജർമ്മനി ആയാലും എല്ലാ സ്ഥലത്തും ഞാൻ ആദ്യം ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അന്തം വിട്ടു. ഞാനും ആദ്യമായിട്ട് കാണാണ് അവർ കയ്യടി. ഈ അവസാനം അവർ കയ്യടി, ആ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആവും ആദ്യ പ്രോഗ്രാം മുഴുവൻ. ഒരാളും ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കയ്യടി നിർത്തില്ല അവർ. അതാണ് ആസ്വാദനത്തിൻ്റെ വേറൊരു തല. ഇവർ കയ്യടി നിർത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് അവസാനത്തെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഗ്രീൻ റൂമിലേക്ക് പോയാലും ഈ കയ്യടി നിർത്തിയില്ലെങ്കിൽ ആദ്യം വരണം തൊഴാൻ. അത് കഴിഞ്ഞ് വീണ്ടും നിർത്തിയില്ലെങ്കിൽ ഒന്നുകൂടി വരണം. വീണ്ടും നിർത്തിയില്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ഒരു 10 മിനിറ്റ് കൂടി അവർക്ക് ആദ്യം ചെയ്തു കൊടുക്കണം. അതങ്ങനെയാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിലാസാധകം ഉണ്ടായിട്ടോ? ഓലോ, എത്ര പ്രാവശ്യം? അതോടുകൂടി മതിയായി. കേൾക്കണ്ടായിട്ടില്ലേ? നിലാസാധകം വെച്ചാൽ ഇവർ കർക്കിടക മാസം, ഈ മിഥുനം കർക്കിടകത്തിൽ ഇവരുടെ ഈ പഠിക്കല് സാധകമാണ്. അപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു വാവിന് തുടങ്ങി ഒരു വാവ് കഴിഞ്ഞ് അടുത്ത വാവിന് അവസാനിക്കുക. അപ്പോൾ ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തിനനുസരിച്ചിട്ടാണ് ഇത്. ചന്ദ്രൻ ഉദിച്ചാൽ 1 നാഴിക ഉദിച്ചു നിന്നാൽ 1 നാഴിക കൊട്ടുക, 12 നാഴിക ഉദിച്ചു നിന്നാൽ 12 നാഴിക നിന്ന് കൊട്ടണം ഉറക്കൊഴിച്ചിട്ട്. അന്ന് ഭക്ഷണക്രമം അതിന്റെ രസമാണ് സംഭവം. ഇതിപ്പോ ഈ കർത്താവ് കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ദിവസം അതിന്റെ ഒരു സമയമുണ്ട്, 3/4 മണിക്കൂറേ ഉള്ളൂ ആദ്യത്തെ ദിവസം. അതിങ്ങനെ ചന്ദ്രൻ അസ്തമിക്കും കഴിഞ്ഞു. അപ്പൊ 6:30 വൈകുന്നേരം 6:30 തുടങ്ങും, 7:15 കഴിഞ്ഞു. പിന്നെ അതൊന്നുമില്ല. പിറ്റേ ദിവസമേ ഉള്ളൂ. പിറ്റേ ദിവസം 6:30 തുടങ്ങും, 7:15 8 മണി. അതിങ്ങനെ ദിവസം 3/4 മണിക്കൂർ കൂടി വരും. അങ്ങനെ പൗർണമി ദിവസം
12 മണിക്കൂർ. ശരി, മുഴുവൻ. 6:00 ഉദിച്ചു, അതെ, രാവിലെ രാവിലെ 6 ദിവസം രാവിലെ 6:30 അസ്തമിക്കുള്ളൂ. അത്രയും നേരം നിന്ന് കൊട്ട് തന്നെ. അത് നിലാവിന്റെ സാധനം. അത് കഴിഞ്ഞിട്ടില്ല, ഇത് പകുതി ആയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത പകുതി അങ്ങോട്ടുള്ള ഇറക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരം 6:30 തുടങ്ങണ്ട, 7:15 തുടങ്ങണ്ടു, പക്ഷെ രാവിലെ 6:30 വരെ. അതായത് ചന്ദ്രൻ ഉദിക്കുന്നത് പിന്നെ വൈകി വരും. അപ്പൊ കൊട്ട് തുടങ്ങുന്നതും അതിനനുസരിച്ച് വൈകി വരും. അങ്ങനെ 4 നാഴിക കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 നാഴിക കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ ഉദിക്കണ വെച്ചാൽ 9:30 തുടങ്ങിയാൽ മതി. രാവിലെ 6:30 വരെ വേണം, അസ്തമിക്കണ വരെ കൊട്ടണം. ചന്ദ്രനെ കൊണ്ട് ഇങ്ങനെ വെക്കണമുള്ള കാര്യമില്ല. നമ്മളങ്ങോട്ട് കേറി പോലെ വലിയ കുഴപ്പമില്ല, അങ്ങോട്ട് പോകും. ഇറങ്ങി വരവാണ് പ്രശ്നം. കാരണം രാത്രിയൊക്കെ തുടങ്ങേണ്ടി വരും. ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ആ ഒരു സമയം കഴിഞ്ഞാൽ അപ്പൊ ഇത് പഠിത്തത്തിന്റെ ഭാഗമായിട്ടോ അതോ പിന്നെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ടുണ്ടാവും? അതൊരു പ്രാക്ടീസ് ഭാഗമായിട്ടാണ് സ്വതേ പതിവ് സാധകം ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ എന്ത് വേണ്ടാൽ അതിൽ നമുക്ക് ചെണ്ടയിൽ വരുന്നത് എന്തും ചെയ്യാന്നാണ്. ഈ 12 മണിക്കൂർ നിന്ന് കൊട്ടി നടക്കണ്ടേ. അപ്പൊ പിന്നെ ഈ ചിലരുണ്ട്, ഇപ്പൊ തായമ്പകയിൽ ഒരു താളവട്ടം, ആ താളവട്ടത്തില് കിട്ടതരാട്ട് അവിടെ കൊട്ടി നിർത്തി, പിന്നെ പൊടിയൊക്കെ എടുത്ത് വലിച്ച് കഴിഞ്ഞാൽ ആ താളവട്ടം അവസാനിക്കുമ്പോ കഴിഞ്ഞു, താളവട്ടം നിറഞ്ഞു ഇല്ലേ. ഇടയിൽ കുറെ വിട്ടു, താളവട്ടം നിറഞ്ഞു. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അങ്ങനെ നിറച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ കയ്യമ്മിൽ ഈ എണ്ണങ്ങൾ ഊർന്ന് ചെണ്ടപ്പുറത്ത് ഇങ്ങനെ വരണം. അത് ആ ചെണ്ടയുമ്പോ എവിടെ കോല് വീണു അതിന് ശബ്ദം വേറെ. ഞാൻ 12 മണിക്കൂർ അപ്പൊ മനസ്സിൽ പ്ലാൻ ചെയ്യണം. ഒട്ടും വേണ്ട, പ്ലാൻ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 12 മണിക്കൂർ പ്ലാൻ ചെയ്തിട്ട് എന്ത് പറയും? അപ്പൊ എങ്ങനെയായിരുന്നു പെർഫോമൻസ്? ഓട്ടോമാറ്റിക് വരണം. അത് ശരി, അതാണ് അതിന്റെ ഒരു രസം. 9 മണിക്കൂർ നമുക്കൊരു വിഷയമേ ആയിരുന്നില്ല. പിന്നെ 3 മണിക്കൂറില്ല, അതൊരു പുതിയ എണ്ണങ്ങള് ഉണ്ടാക്കും, നല്ല രസമായിരുന്നു പ്രാക്ടീസ്. പുതിയ ഓരോ എണ്ണങ്ങള് അതിൽ കൊള്ളാവുന്ന എടുക്കും, കൊള്ളാൻ പറ്റില്ല വെച്ചാൽ അത് തള്ളിക്കളയുക, അങ്ങനെയൊക്കെ. ഇതിന് പ്രാക്ടീസിന് ആരെങ്കിലും മേൽനോട്ട് വായിക്കോ? ഞങ്ങള് ചെയ്തിരുന്നത് 6 പേരായിരുന്നു. ഞങ്ങളുടെ ഹെഡായിട്ട് നിന്നിരുന്നത് ഒരു ഉണ്ണീഷേട്ടൻ, പിന്നെ പയ്യന്നൂർ സുധി എന്നൊരാള്, പിന്നെ ഞാൻ, ശ്രീരാജ്, ബിജു, ബിനു, അങ്ങനെയുള്ള. ഏതായാലും ഇത് എനിക്ക് സത്യം പറഞ്ഞ പുതിയ അറിവായിരുന്നു ചേട്ടാ. ഈ നിലാവും ചേർത്തുള്ള സാധകം, ഇതുപോലുള്ള വ്യത്യസ്തമായ രീതികളുണ്ട് നമ്മുടെ. ഞങ്ങൾ സാധകം ചെയ്യുന്ന വേറെ, ഞങ്ങൾ പിന്നെ സാധകം ചെയ്ത് എങ്ങനെയാ വെച്ചാൽ രാവിലെ 4 മണി മുതൽ 7:30 വരെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 10:30 ഇരിക്കും, അത് ഉച്ചയ്ക്ക് 1 മണി വരെ, പിന്നെ വൈകുന്നേരം 4 മണിക്ക്, അത് രാത്രി 11 മണി വരെ. ഇങ്ങനെ 1.5 മാസം, ഒരു 10-12 കൊല്ലം, 15 കൊല്ലത്തോളം സാധകം ചെയ്തിട്ടുണ്ടാവും. ചില്ലറല്ല, ക്ഷമ. ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സാധനം നമ്മുടെ കൈക്കലാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ഈ കോഴ്സുകളുടെ ഒക്കെ ദൈർഘ്യം കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണല്ലോ. ഇതങ്ങനെയല്ല, അങ്ങനെ ദൈർഘ്യം കുറച്ചുകൊണ്ട് കാര്യം നടക്കില്ല. മെനക്കെട്ടാ തന്നെ കയ്യുമ്പിൽ വരൂ. ഇപ്പൊ ചിലവർക്ക് അസൂയ തോന്നും. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിവൃത്തിയൊന്നുമില്ല, അത് മെനക്കെട്ട് ഉണ്ടാക്കി തന്നെയാണ്, അല്ലാണ്ട് അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടൊന്നും നടക്കില്ല. അങ്ങനെ ഒന്നും ഇതില് ഈ ചെണ്ടയിൽ ഒട്ടും നടക്കില്ല. അല്ല, ഞാൻ ഇതിനുള്ള ആരോഗ്യം കൂടി, അപ്പൊ അത്ര ഒരു എന്താ പറയാ അനുഷ്ഠാനം കൂടി വേണ്ട. അത് വേണം. അതിന്റെ ഒക്കെ രീതി എങ്ങനെയാണ്? എല്ലാം കൃത്യമാണ്. ഈ മിലാസാധക സമയത്ത് നെയ്ക്കഞ്ഞി പറഞ്ഞ നെയ്യിട്ട് കഞ്ഞി, അതിന് വേറെ കൃത്യമായിട്ടുള്ള ഭക്ഷണം. അപ്പൊ സത്യം പറഞ്ഞ അതാണ് കൃത്യമാണ്. പകൽ സമയത്തൊന്നും ഉറക്കല്ല. അങ്ങനെയുണ്ട്, പകൽ ഉറക്കൂല. രാത്രി മുഴുവൻ നിന്ന് കൊട്ടിയിട്ട് പിന്നെ പകല് നടു നൂർത്താന്ന് വിചാരിച്ച ഒന്ന് ഉറങ്ങാൻ വിചാരിച്ചാൽ അതും തരാവില്ല. എന്നിട്ടാണ് ഈ ചെണ്ടയും തോളത്തിട്ട് വരുന്ന ഇന്ന് കാണുന്ന ഈ പ്രൗഢിയും പ്രതാപവും ഒന്നും മാരാന്മാർക്ക് അല്ലെങ്കിൽ പുതുവാൾമാർക്ക് പണ്ട് ഇല്ല. പക്ഷെ അവരും ചെയ്തിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സൗകര്യങ്ങൾ കൂടിയപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് മാത്രം. അന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഉണരി വാങ്ങി പോയിരുന്ന, അപ്പൊ അവരുടെയൊക്കെ അർപ്പണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണരിച്ചാലേ 2.5 നാഴി അരി, അല്ലെങ്കിൽ 5 നാഴി അരി, ഒരു ഇത് ഒക്കെ പറഞ്ഞു, ഒരു മുണ്ടും, ഇതിനൊക്കെ കൊട്ടിയിരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. അവരൊക്കെയും ഇത് കഴിഞ്ഞു വരുന്നതാണ്. ഈ തപസ് എല്ലാരും ചെയ്തിട്ടുണ്ടാവും, ഒരുവിധം എല്ലാരും ചെയ്യും.
ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പെർഫെക്ഷൻ ഇല്ലേ, അതെങ്ങനെയാണ് നമ്മളെ ഗുരുക്കന്മാരാണ് അവർക്ക്? അപ്പൊ നിങ്ങൾ ഇങ്ങനെയായി, എനിക്ക് അതിന്റെ മാത്രകളും താളങ്ങളൊന്നും അറിയില്ല, ഇപ്പൊ ഇതിന് മാത്രമായി, ഇപ്പം നമ്മളെ പ്രമാണിത്വം, അങ്ങനെ ഓരോന്ന് പറയല്ലോ, ഇതിന്റെ ഒരു അളവ് ഇത് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുക? അയാളുടെ ചോദ്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ എത്രത്തോളമായി കൊട്ടിൽ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആര്? സ്വന്തം ഗുരു തന്നെയായിരിക്കും അത് ഗുരുനാഥനല്ലേ തീരുമാനിക്കേണ്ടത്? സ്വതമാണ്. അതെ, സ്വതമാണ്. അതിപ്പോ ഇതിപ്പോ തായമ്പക മേളാക്കിയ അപ്പോ ആ തലപ്പത്താവും. ഇപ്പോൾ ഉരുട്ടി കൊട്ടാനുള്ള ഉരുട്ടിയൻ ടൈമിലാണൊക്കെയാ 15 ആള് നിരന്നു. അപ്പോൾ ഒരു 100 ജില്ലാന ആള് ടോട്ടല് വരും. 15 ഉരുട്ടിയേണ്ട നിരന്നിട്ടുണ്ടെങ്കിൽ 15ാമനായിട്ടാണ് ആദ്യം കയറുക. പിന്നെ ഇങ്ങോട്ട് വരണം. അത് കൊട്ടി ശീലിച്ച 15ാമനായി 3 കൊല്ലം കൊട്ടിയാലേ ചിലപ്പോ 14ാമനാവൂ. പിന്നെ അതിൽ വേറെ ഒന്നുകൂടി ഉണ്ട്, സീനിയോറിറ്റി. ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി കലാരംഗത്താണ്. പറയാണ്ടിരിക്കുക, ഈ കലാമണ്ഡലം മുതൽക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് കലകൾ എടുത്തിട്ടുണ്ട് സീനിയോറിറ്റി അത് തട്ടിത്തടഞ്ഞിട്ട് നടക്കുകയ്യ എന്നുള്ളൊരു സംഭവം. ഇപ്പൊ ഇവർക്ക് എത്ര ഓട്ടം വെച്ചു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എത്ര ഓട്ടം വെച്ചു എന്നുള്ളത് കാര്യമില്ല. സീനിയർ ഉണ്ടെങ്കിൽ നമ്മള് ആള് ഇങ്ങേപ്പുറത്ത് മാറി നിൽക്കണം. അതൊരു കീഴ്വഴക്കാണ്. അത് വെച്ചാ ഒരു നമ്മളുണ്ടല്ലോ മൂത്തോരെ ബഹുമാനിക്കാതെ അതുമെന്ന് തുടങ്ങി വന്നതാണ്. പക്ഷെ അതുമ്മിൽ കടുംപിടുത്തം പിടിക്കുന്നവരും ഉണ്ടല്ലോ. ഇതിപ്പോ അച്ഛന്റെ കാര്യത്തിൽ ഇത്രയും പ്രാക്ടീസും ഇതൊക്കെ നിങ്ങൾ ചെറുപ്പത്തിലേ കണ്ടുവരികയാണ്, എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്തൂലേ ഇത്? അതുപോലെ അതിന്റെ കാരണം എന്താ? അത് ഇഷ്ടം കൊണ്ട് തന്നെയാണ്, ജന്മസിദ്ധമായ. അത് ഞങ്ങള് ജനിച്ച മുതല് ഇത് തന്നെയല്ലേ കേൾക്കണം. എപ്പോഴും അമ്പലത്തിലെ ഒരു അടിയന്തര ജോലി ഞങ്ങൾക്കായിരുന്നു, മട്ടന്നൂർ അമ്പലത്തിലെ. അച്ഛൻ്റെ മുത്തശ്ശൻ മുതലുള്ള ആ പാരമ്പര്യമായിട്ടുള്ള ജോലിയായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ജനിച്ച മുതൽ ഈ അമ്പലത്തിലെ കൊട്ടും ശംഖുവിളിയും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ. അപ്പോൾ കുടുംബത്തിൽ എങ്ങനെയാ വെച്ചാൽ ഏറ്റവും ചെറിയ ആളാരാച്ചാൽ അയാളെ അടിയന്തരത്തിന് പറഞ്ഞേക്കാന്നാണ്, അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ മട്ടന്നൂർ അമ്പലത്തിലെ അടിയന്തരം ഞങ്ങളായിരുന്നു. പിന്നെ കാലം കൊണ്ട് അച്ഛന് പാലക്കാട് വെള്ളിനേഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ആയി. അപ്പം ഞങ്ങൾ വെള്ളിനേഴിക്ക് മാറി. പിന്നെ അച്ഛനും ഞങ്ങളും തമ്മിലുള്ള അവിടെ നിന്നാണ് ഞങ്ങൾ പ്രാക്ടീസ് കൃത്യമായി. ആദ്യം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അനിയനെ എന്നെ പഠിപ്പിച്ചത്, അയാൾ അച്ഛൻ്റെ ശിഷ്യനാണ്, ചെറുതാഴം ചന്ദ്രൻ, അദ്ദേഹമാണ് പഠിപ്പിച്ചത്. അപ്പോൾ അവിടുന്ന് പ്രാക്ടീസ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ അച്ഛനും കൂടി കിട്ടി. സ്വയം അച്ഛനെ കിട്ടില്ല ഞങ്ങൾക്ക്. ഇവിടെ വന്നപ്പോഴാണ് അച്ഛനെ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ എല്ലാം ഒന്ന് എന്താ പറയാ വഴി തുറന്നു എന്ന് പറഞ്ഞില്ലേ. ഈ വെള്ളിനഴി കേരളത്തിലെ കലാഗ്രാമങ്ങളിൽ വളരെ ഒന്നാമത് തന്നെയാണ്. അത് നിങ്ങളെ സഹായിച്ചാൽ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ ഈ വെള്ളിനഴിയില് കുറച്ചുള്ളത് നിങ്ങളെ ഒരു സപ്പോർട്ടീവായിട്ട്? വെള്ളിനഴി പണ്ട് മുതലേ കലകളുടെ ഈറ്റിലാണ്. ഉളപ്പണ്ണവനൊക്കെ നമ്മളെ കഥകളിയില് അവിടെ നിന്നാണ് തുടങ്ങിയത്. വെട്ടിക്കാന്തൊടി, രാവണിമേനാശാൻ ഒക്കെ. അപ്പോൾ അവിടെ വെള്ളിനഴി പിന്നെ ഉളപ്പണ്ണവനയിലെ അതിൻ്റെ കഥകളുടെ കോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിപ്പെടുന്നത് ഒരു 90 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളവിടെ എത്തിയതിനു ശേഷം ഞങ്ങളും കൂടി അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടുണ്ട്. ഞങ്ങളും ഉണ്ട്. അല്ല അങ്ങനെയല്ല, ഞാൻ പോണ ഒരു വണ്ടിയാണ്, ഞങ്ങളും കൂടെ കൂടി ആ ഒരു കാറ്റ് തട്ടിയപ്പോൾ ഉഷാറ് അങ്ങനെ ഉണ്ടല്ലോ, സാധ്യതകൾ കൂടുകയാണ്. അതുണ്ട്. പിന്നെ അവിടെ അച്ഛനെത്തിയ പിന്നെ കുറച്ച് ശിഷ്യന്മാർ പഠിക്കാൻ വരും. അപ്പൊ പിന്നെ അച്ഛൻ ചിലപ്പോ സമയം ഉണ്ടാവില്ല, അപ്പൊ ഞങ്ങൾ പഠിപ്പിക്കും. മറ്റേ അധികം വ്യത്യാസമൊന്നും ഇല്ലാത്ത, പ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു ശിഷ്യന്മാരുണ്ട്. അതാ രസേ. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അപ്പൊ 3 വയസ്സിലൊക്കെ പഠിപ്പിക്കും തുടങ്ങിയ. അപ്പൊ ഇതാണ് സംഗതി. അച്ഛന്റെ ശിഷ്യ പഠനം രീതികൾ അതെങ്ങനെയായിരുന്നു? അച്ഛൻ്റെ ഇതേമാതിരി തന്നെ. നിങ്ങളെ പഠിപ്പിക്കുന്ന രീതി? ഞങ്ങളെ പഠിപ്പിക്കും. ഞങ്ങള് സാധാരണ ഒരു സ്റ്റൈലുണ്ട്. സാധകം ചെയ്യിക്കലാണ് കൂടുതൽ ഉണ്ടായത്. സാധകം കൂടെ അങ്ങനെ കൊട്ടുക, സാധകം ചെയ്യുമ്പോൾ അച്ഛൻ കൊട്ടുക, അത് നമ്മൾ ഏറ്റുകൊട്ടുക. അത് മണിക്കൂറുകളോളം പോകണം. അതാണ് അതിൻ്റെ ഒരു ഇത്. മണിക്കൂറുകളോളം കൊട്ടാറുണ്ട്. ചിലപ്പോൾ കരച്ചിലൊക്കെ വരും. കരച്ചിൽ വന്നിട്ട് നിർത്താൻ പറ്റുമോ? അച്ഛൻ കൂടെ കൊടുത്തല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്ന് കൊട്ടുതന്നെ. അങ്ങനെ
ഇതൊക്കെ അങ്ങനെ ചെയ്താലേ അത് നേരെ ഉള്ളൂ. കർഷകക്കാരനാണ്. കർശനാണ്. മേട്ട ആ കിട്ടും. സമയത്ത് അടിച്ചിട്ടൊന്നുമില്ല. ആ, ഈ കൊട്ടിനായിരുന്നൊന്നും ആ. അടിക്കൽ വളരെ കുറവാണ്. അല്ലാണ്ട് ഷീട്ടുണ്ട് എനിക്കുണ്ടായില്ല. അതെ അത് കൂടുതൽ എനിക്ക് ഉണ്ടായത്. അപ്പൊ ഈ കയ്യിലിരിപ്പ് തനിക്ക് കൂടാം. ഇപ്പൊ ഈ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇതെല്ലാ പ്രാക്ടീസിന് കഴിഞ്ഞ ഏറ്റവും ആഗ്രഹം കണ്ട ഒരാള്. അപ്പൊ അദ്ദേഹം എന്നിട്ട് 12 മണിക്കൂർ അല്ലെങ്കിൽ പറയുന്ന മാതിരി കൊട്ടുമ്പോ ഈ കുട്ടി എന്ന നിലയ്ക്ക് ഇത് ഒന്നിട്ട് പറയാനും വയ്യ, ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് നിർത്താനും പറ്റില്ല അല്ലേ? ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒലിച്ചുകൊണ്ടാവും കണ്ണുകൂടെ പൂക്കൂടെ. എന്നാലും അതങ്ങനെയായിരുന്നു. അതാണ് അതിന്റെ കീഴ്വഴക്കം. അതായത് കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിലേ നമുക്ക് എവിടെ എത്താൻ പറ്റും. അത്ര തന്നെ ഉള്ളു. അതിന്റെ വേറെ യാതൊരു മാറ്റവും ഇല്ല. അത് ഏതൊരു കല പഠിച്ചെടുക്കുകയാണെങ്കിലും ഇല്ല. കഠിന പരിശ്രമം തന്നെ കണ്ടില്ല. എന്റെ ഓർമ്മയില്ല. തൃത്താല കേശവതാളെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കാം. എന്റെ ഓർമ്മയില്ല. ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ എന്റെ ഓർമ്മയിൽ കണ്ടില്ല. എൻ്റെ ചെറിയ ഓർമ്മയില് ഒരിക്കല് എനിക്ക് ഒന്നും അറിയൊന്നുമില്ല. മുത്തശ്ശൻ്റെ ഒപ്പം പോയിട്ട് ഇവിടെ കൊപ്പത്തെ പുലാശ്ശേരി വെച്ചിട്ട് കരിയന്നൂർ അമ്പൂരി, പിന്നെ ചെറൂക്ക് വൈദികൻ CV, മുത്തശ്ശൻ താമരല്ലൂർ പട്ടേരി, ഇവരെല്ലാവരും കൂടി ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ആ ആള് കൊട്ടുന്നത് എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട്, ചെറിയൊരു ഇതുണ്ട്. അല്ലാതെ എനിക്കും ആസ്വാദനം ഭാഗ്യവാൻ തന്നെ പറയുള്ളൂ. അത് അങ്ങനെ കണ്ടു കേൾക്കണം. അച്ഛൻ എപ്പോഴും പറയാനുള്ളത് തൃത്താല കേശവന്റെ കൊട്ട് നേരിട്ട് കണ്ട് ആസ്വദിക്കണം. അപ്പോഴേ അതിന്റെ സുഖമുള്ള കൊട്ടൊന്നും കേട്ടോണ്ട് അന്നത്തെ കേശവനൊരു ലെജൻഡ് തന്നെയാണ്. എനിക്ക് നിങ്ങളത്ര ശാസ്ത്രീയമായി ആസ്വദിക്കാൻ അറിയില്ലെങ്കിലും ഇപ്പൊ ഈ കണ്ട് ആസ്വദിക്കണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഇവരെ ശ്രദ്ധിക്കും. കൊട്ടുമ്പോ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് പോകുമ്പോഴാണെങ്കിലും മറ്റേതിന് പോകുമ്പോഴും ഇപ്പൊ ഇവരുടെ ഈ ആക്ഷൻ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെയല്ല അങ്ങനെ പേര് അത് കമ്മ്യൂണിക്കേഷൻ അല്ലേ അല്ലേ? അങ്ങനെ പെർഫോം ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് ചില സമയത്തെ നോക്കണ്ടോ, ചില സമയങ്ങൾ അത് ഓട്ടോമാറ്റിക്കായി നോക്കി പോകണം. അല്ലാണ്ട് നമ്മളിപ്പോ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നല്ലോ. അത് ഈ ഇപ്പൊ ഞാൻ ലാസ്റ്റ് കണ്ട റീലിലും ഞാൻ വരുന്നതിന്റെ മുന്നേ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആസ്വദിക്കുന്ന ആ കാണലിന് നമുക്കൊരു രസമുണ്ട് അല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും ഞാൻ പറയാത്തേ. ഈ ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആസ്വദിക്കണം. നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയാൽ ബാക്കിയുള്ളവർ ആസ്വദിച്ചോളൂ. തീർച്ചയായും. ഈ കണ്ട് ആസ്വദിക്കാൻ പറഞ്ഞപ്പോഴേക്ക് തോന്നുന്നു. ഈ ഒരു പ്രാവശ്യം നമ്മള് തൃശ്ശൂർ പൂരത്തിന് തോന്നുന്നു നമ്മളാ ഭഗവതിയുടെ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേ അച്ഛനല്ലേ ചെയ്യേണ്ട ആയിട്ടുണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് ഭയങ്കര ചൂടാണ്. എന്തൊരു ചെറിയ ദേഹാസ്വാസ്ഥ്യം എന്തുണ്ടായിരുന്നു. ഞാനന്ന് മനോരമ ന്യൂസിലിട്ട് ഉള്ള സമയത്തായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു ചെറിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. അവർ പോയി. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ എന്താ സംഭവിക്കുന്നത്, ഒരു ഒത്തിരി വെള്ളം കുടിച്ചു, അല്ല ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതായത് ഒരു ഇതും അറിയുന്നില്ല, അതിന്റെ ഒരു ആസ്വാദനം ഇത് പിന്നെ ഞങ്ങളുടെ കത്തി കയറുകയാണ്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അത് 2 തരത്തില് ഇവരെ കാണാം. അതായത് ഇപ്പോ ഈ മഞ്ചേരി ഹരിയേട്ടൻ, ഇവിടെ കലാമണ്ഡലം ബലരാമാശ, ഇങ്ങനെ ചിലവരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിലയുണ്ട്, അതിൽ പിന്നെ വേറെ ഒന്നുമില്ല, ആരും ഇല്ല. നോക്കിയിട്ടുണ്ടോ ആ ഒരു കൊട്ട സൂപ്പറാണ്, ഒരു അംശമില്ല. അത് അത്യധികം വേർപ്പൊന്നുമില്ല. ആ കച്ച തന്നെ ആ ഇട്ടോർത്ത് കിടന്നുണ്ടാവും. അങ്ങനെ കൊട്ടും. നേരെ മറിച്ച് വേറെ ചിലവർക്ക് കാണാനും ആസ്വദിക്കാനും കൂടിയുള്ള ഒരു സമ്പ്രദായമാണ്. അതിപ്പോ മട്ടന്നൂരിനുണ്ട്, കല്ലൂരിനുണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. കല്ലേക്കുളങ്ങരക്കല്ലേ ലേശം മറ്റേ അങ്ങനെ ആ ഒരു അതില് മറ്റേ ആ ഒരു അവിടുന്ന് ഇങ്ങോട്ട് ഉള്ള അതുപോലെ പൂക്കാട്ടിരി ദിവാരപ്പൂതാള്, അതേമാതിരി നമ്മുടെ അപ്പുമാരാര്, അദ്ദേഹം കൊട്ടുമ്പോ ആൾക്കാര് കുറെ നേരം ചെണ്ടയമ്മയ്ക്കും കൊട്ടുമിൽക്കും അല്ല നോക്കുക, ഈ ആളെ നോക്കുക. അതൊരു പല ഭാവങ്ങളും വരും. നല്ല രസമാണ്. അതായിട്ട് ചില ഈ അവര് രണ്ടുപേരും നോട്ടും അത് ആൾക്കാരോട് മതിയോ ചോദ്യം അതൊക്കെ ഉണ്ട്. അതില് ഈ കുഞ്ഞുട്ടന്മാരൊക്കെ നിങ്ങൾക്കത് മതിയോ ഇനി വേണോ എന്നുള്ള നോട്ടാണ്. ഇതൊരു ഭയങ്കര ഭംഗിയാണ്. അതാണ് ആൾക്കാർ അങ്ങോട്ട് മുഖത്തേക്ക് നോക്കി ഉള്ള ഇത്.
അങ്ങനെയാണ് അതിന്റെ. അത് നേരെ മറിച്ച് മറ്റവർക്ക് കൊട്ട അതീവ കേമായിട്ട് തന്നെയാണ്, ഒരു അംശവും ഇല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ആ നിലയിൽ ശിവരാമബോധളാശാൻ അത് ചിലപ്പോ കണ്ണു തന്നെ ഉറക്കില്ല. അദ്ദേഹം സ്വയം അങ്ങനെ കൊട്ടി പോയ കണ്ണ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും, എന്നിട്ട് അങ്ങനെ കൊട്ടുന്നുണ്ടാവും. അതിന് അതിന്റെ ഞാൻ അധികം ആസ്വദിക്കാറ് ഇതുവരെ ഇവര് ചെയ്യുമ്പോഴും വിരാസം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇവരെ നോക്കിയിരിക്കുക. കാരണം അവര് ചെയ്തികൾ മറ്റു ശബ്ദം ഒരു ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ അതിന്റെ താളൊരു ഭാഗത്തുണ്ട്. പക്ഷെ ഇവര് ഇത്രമാത്രം ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന പോലെ നമുക്കൊരു വല്ലാത്ത ഫീൽ. അത് വന്നു പോണാണല്ലേ. അത് കൊട്ട്, നൃത്തം, പാട്ട്, 3 എണ്ണം. അതിൽ പാട്ടാണ് ഉത്തമം, നൃത്തം മധ്യമം, കൊട്ട് അധമം. അങ്ങനെ ഒരു ചിന്തയുണ്ട്. അധമം വെച്ചാൽ മോശം എന്നല്ല അതിന്റെ അർത്ഥം, ഡിഗ്രിയിൽ. പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ കൊട്ടിനെ പാട്ടാക്കി മാറ്റില്ല. അവിടെയാണ് ഈ കേമത്തം വരുന്നത്. ഈ കൊട്ടിനെ പാട്ടാക്കുക, അതായത് കേൾക്കാൻ സുഖാക്കുക. അല്ലാതെ പൊരുത്തം നിന്നിട്ട് മേട് തന്നെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. ആൾക്കാര് എന്താ പതൊന്നും നോക്കും പോവും. പക്ഷെ നേരെ മറിച്ച് ആ കൊട്ടിനെ പാട്ടാക്കിയാൽ അപ്പൊ ആ ഉത്തമം മധ്യമം അധമം എന്നുള്ളത് വളരെ കറക്റ്റാണ്. ഈ താഴത്തുള്ളതിനെ അങ്ങനെ തന്നെയാണ് ഇനി നമ്മൾ ആലോചിച്ചാൽ കിട്ടുക. ഇതിനെ അങ്ങോട്ട് എത്തിക്കില്ല. നമ്മൾ ഈ ചെണ്ടേനെ അസുരവാദ്യം പറയാറ്. അതെ, അതിനെ ദേവാക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞാൽ ഏത് വാദ്യം അസുരവാദ്യാണ് പറയാ. അതെ, അത് പ്രയോഗത്തിൽ ദേവവാദ്യാക്കണം. അങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങക്ക്. വളരെ ശരിയാണ്. ഇത് മൃദംഗം വായിക്കും, മൃദംഗത്തിന്റെ മുകളിൽ ഈ മദ്ദളമുട്ടുമാരി ഇതുണ്ട്, അതേമാതിരി അത് പാടുള്ളൂ. ഇതിന് ആ സ്റ്റെപ്പിലേക്ക് അപ്പോഴാണ് ചെണ്ട വായനയായി, ചെണ്ടതായി. എല്ലാവരും ചോദിക്കാറുണ്ട്, ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ് മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സുമായിട്ട് എങ്ങനെ. അപ്പൊ അത് വായനയൊക്കെയാണ്. നമ്മളിത് ചെയ്യുമ്പോൾ ഇത് അമർന്ന് ചെയ്യേണ്ട വിഷയമാണ്. ചെണ്ട എന്ന് പറഞ്ഞ സാധാരണ അമർത്തിയിട്ടാണ് എല്ലാം. അങ്ങനെ ഇല്ലാണ്ടൊരു വിഷയമില്ല അതിൽ. അതിനെ മെല്ലെ ചെയ്യാനാണ് ഏറ്റവും വലിയ വിഷമം. അതിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമം. അത് ഇന്ന് ഇതൊക്കെ വരും വേണം, ഈ സാധനങ്ങളൊക്കെ. ഈ മറിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരുള്ളൂ. അങ്ങനെ ഒരു വലിയ വിഷമമുണ്ട് അത്. അന്നത്തെ ഒരു ചിട്ട എങ്ങനെയായിരിക്കും ഏകദേശം ഇത് മനസ്സിലാക്കി ചോദിക്കണം. അത് 12 മണിക്കൂർ കൊട്ടുന്ന ദിവസത്തെ ചിട്ട എങ്ങനെയായിരിക്കും? 12 മണിക്ക് 6:30 തുടങ്ങി രാവിലെ 6:30 വരെ വേണം. അതിന്റെ ഒരു 15 മിനിറ്റ് നമ്മൾ അതിന്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് അത്രയൊക്കെ തന്നെ വാഷ്റൂം പോയി അത്രയൊക്കെ തന്നെ പോയി. അല്ലെങ്കിൽ ഈ 11:45 മണിക്കൂർ നിന്ന് കൊട്ടിയിരുന്നു. കാലിനൊക്കെ നോക്കുമ്പോ ചില നേരമ്പോക്കെ ഇങ്ങനെ മുന്തിയിട്ടൊക്കെ കാണും. മുട്ട് അമർത്തി തുടക്കിയ. പക്ഷെ പിറ്റേന്ന് വീണ്ടും വേണം. പിന്നെ അത് പകലില്ല. പകലില്ല, പിന്നെ പിറ്റേ ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഒരു മാസം ഞങ്ങൾ റോഡ് കണ്ടില്ല, ടാറിട്ട് റോഡ്. ഈ സാധകം സ്ഥലം അമ്പലക്കുളം ഓരോരുന്നായിരുന്നു അത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ധ്യാനം വല്ലതും ഉണ്ടോ പല സമയത്ത്? അങ്ങനെ മീൻസ് മെഡിറ്റേഷൻ വല്ലതും ഉണ്ടോ? അത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ശവാസനം ജയിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതും രസം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇത് എന്താ പറയാ, ആ ഊണിന് വേണ്ടി തുടങ്ങിയ അല്ലേ, എന്തായിരുന്നു അതിന്റെ പ്രയോഗം? എന്തായിരുന്നു? എന്താ അവിടുന്ന് തുടങ്ങിയ ആ അധ്വാനിച്ചൊരു തലമുറ, അതും ഡെഡിക്കേഷൻ കൊണ്ട് മാത്രം, ഈ കലയോടുള്ള ആത്മാർത്ഥം കൊണ്ട് വരണം. അതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ എത്തി, ഫ്രാൻസിലൊക്കെ ചെന്നിട്ട് നിർത്താതെ 10 മിനിറ്റോളം കൈയടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്താ ഇനിയുള്ള സ്വപ്നങ്ങൾ നമ്മുടെ ഈ കലയുടെ? ഏതൊക്കെ ഉയരങ്ങള്, എന്തൊക്കെ അവസ്ഥ, എങ്ങനെയാ അതിനെ വിഭാവനം കാണണം? ഈ കല നമ്മളിലൂടെ എത്ര ഉയർത്തി കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഉയർത്തി കൊണ്ടുപോവുക. പിന്നെ ഇപ്പം ഈ കല പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഇതിനൊന്നും പോരാത്തതുകൊണ്ട് ഇപ്പോൾ അനവധി ഈ വനിതകളടക്കം ഇത് പഠിച്ചു തുടങ്ങി. പണ്ടൊരു കാലത്ത് വനിതകളൊന്നും ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് പുറപ്പെട്ടിരുന്നില്ല. അവരൊക്കെ ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും, ഇപ്പോൾ അച്ഛനിപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട്, പണ്ട് അച്ഛൻ ലണ്ടനിൽ പോയിരുന്ന സമയത്ത് അച്ഛൻ കൊണ്ടുപോയ ഒരു ചെണ്ട അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ലണ്ടനിൽ ഇറങ്ങിയാൽ ചുരുങ്ങിയത് ഒരു 500 ചെണ്ടക്കാരുണ്ട് അവിടെ. അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ഇതിന് നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. ഇത് പഠിക്കണം എന്ന് എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി അതിന് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഒരു മത്സരം ഉണ്ടോ ചെറുതായിട്ട്? എന്തിനാ ഉണ്ടാകേണ്ട ആവശ്യമില്ല അല്ലേ?
നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്തതാണ്. നമ്മൾ ഒരുമിച്ച് ചെയ്ത് നമുക്കറിയാലോ എന്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലായിടത്തും എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. Okay. ഓട്ടോമാറ്റിക്കായിട്ട് അറിയുന്ന വിഷയമാണ് അത്. അത് പറഞ്ഞിട്ടല്ല മനസ്സിലാവണം, അത് നമുക്ക് മനസ്സിലാവും. പിന്നെ മത്സരത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുമിച്ച് ഇമ്പ്രൂവ് അതാ പറഞ്ഞ ഒരുമിച്ച് ചില ദിവസം ചില എണ്ണങ്ങൾ ഒരുമിച്ച് പറഞ്ഞ ചെയ്യും, ചില ദിവസം ഒന്നും പറയില്ല, അങ്ങോട്ട് ചെയ്യും. അത് ചിലപ്പോൾ അത് ഒരു വലിയതായിട്ട് വരും. അങ്ങനെയാണ്, അല്ലാണ്ട് അത് സ്ഥിരമായിട്ട് പറഞ്ഞു ചെയ്യാറില്ല. ഇപ്പൊ അച്ഛനായിട്ട് ഇതേ ഓക്കെ. ഞങ്ങൾ ചില എണ്ണങ്ങളുടെ അവസാന ഭാഗമുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞ് ഉറപ്പിച്ച് അതിന്റെ ഇടയിലുള്ള മനോധർമ്മങ്ങൾ ഒന്നും പറയാറില്ല അങ്ങോട്ട് കിടും. അത് ഓൺ ദി സ്പോട്ട് എന്താണോ ഒന്നും പറയാൻ പറ്റില്ല, അത് ശ്രദ്ധിച്ചു നിന്നോളണം. ഓക്കെ. ആദ്യം ആര് കൊട്ടുന്നു അയാൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരാണ് അവർ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. കാരണം ഈ സമയം കഴിഞ്ഞു, ആ സമയമില്ല, പിന്നെ ഈ ജീവിതത്തിൽ ആ സമയമില്ല. അത് ആ തെറ്റ് കൂടാണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക പരമാവധി. ആ കൊട്ടിയ എണ്ണം അതേപോലെ ആ താളവട്ടത്തിൽ ഇവിടെ കൊട്ടണം. അതിൽ തന്നെ ഇവരുടെ ചെണ്ടയുടെ മൂപ്പ് രണ്ടും ഒരുപോലെ ഇരിക്കണം. ഈ മൂപ്പ് ഒരുപോലെ അല്ലെങ്കിൽ കയറ് വലിച്ചിട്ടുള്ള മൂപ്പുണ്ടല്ലോ, ശബ്ദം വ്യത്യാസപ്പെടും. അപ്പൊ കേൾക്കുന്നവർക്ക് അരോചകത്വം ഉണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും അങ്ങോട്ട് ഒത്തു വരണം. ഇവിടെ ഒന്ന് പറഞ്ഞാൽ ചോദ്യം ഉത്തരവും ഉള്ള പോലെ പോണം. തന്നെയാണ് അതിന്റെ അത് ചോദ്യം ഉത്തരവും ഉള്ള പോലെ തട്ടും തടവും ഇല്ലാണ്ട പോണം. എന്നാൽ അത് കേൾക്കാനൊരു സുഖമായി. ഇല്ലാക്ക അത് പോരാ. അതാണ് അതിന്റെ. ഏതായാലും നമ്മുടെ സന്ധ്യ പറഞ്ഞു, നിങ്ങൾക്ക് ഇറങ്ങാറായി. അപ്പോ സിദ്ധിയും തപസ്സും 100% ഒരുമിച്ച് ചേർന്നാൽ മാത്രം എത്താൻ പറ്റുന്ന ഉയരങ്ങൾ. ആ ഉയരങ്ങൾ ഒരുപാട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് എത്താൻ പറ്റട്ടെ, ഞങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റട്ടെ. നേരത്തെ പറഞ്ഞാൽ ആ ആസ്വദിച്ചുള്ള കൊട്ടലുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒരുപാട് കാണാൻ പറ്റട്ടെ. വളരെ സന്തോഷം. ശരി, നമസ്കാരം. Chapter 4. A chapter with endless stories.